ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ഈ വാഴക്കൂമ്പ്. ഈ വാഴക്കൂമ്പ് നമുക്ക് എടുത്തിട്ട് അത് നല്ലോണം പൊളിച്ച് അതിൽ മുകളിലത്തെ പോള, ഈ ബ്രൗൺ കളറുള്ള പോള കളഞ്ഞ് അതിലെ പൂവ് പോലത്തെ അല്ലി ഉണ്ടല്ലോ അതെടുത്ത് മാറ്റണം. എന്നിട്ട് ചെറുതാക്കി നുറുക്കി നമുക്കിതിനെ ചോപ്പറിലിട്ട് വലിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതിൽ കറയും പിന്നെ ചിലപ്പോൾ കയ്പ്പുണ്ടാവും. അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് മാറ്റാം. നമ്മുടെ നാട്ടിൽ ഇതിനെ വാഴയുടെ മാന്നി, വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെയാണ് പറയപ്പെടുന്നത്. ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഫ്രൈങ് പാനിൽ കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അത് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം വാഴക്കൂമ്പിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കുക. ഇത് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അരമുറി തേങ്ങ ചേർക്കാം. തോരനെ ഒന്നുകൂടി രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 പിടി അരിയും 1 പിടി ഉഴുന്നും ചുമന്ന വറുത്ത് നമുക്കതിലേക്ക് ചേർക്കാം. സ്വാദിഷ്ടമായ നമ്മളെ വാഴക്കൂമ്പ് തോരൻ തയ്യാറായി. നിങ്ങളും ട്രൈ ചെയ്യൂ കേട്ടോ.